ഹലോ 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 ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്ന് പ്രീ സീസൺ കാസ്റ്റ് ആൻഡ് സ്കില്ലറ്റ്സ്, തവാസ്, കടായിസ് അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചട്ടികളില്ലേ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആൻഡ് പോപ്പുലർ ആണല്ലേ ഈ കാസ്റ്റ് ആൻഡ് സ്കില്ലറ്റ്സ്, അതും പ്രീ സീസൺ സ്കില്ലറ്റ്സ്. പക്ഷേ എത്രയൊക്കെ സീസൺഡാന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നുകൂടെ സീസൺ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനും സുഖമാണ്, പിന്നെ ഒട്ടിപ്പിടിക്കുന്നതും കുറവായിരിക്കും. ഞാൻ ലോഡ്ജ് എന്ന ബ്രാൻഡിൻ്റെ 2 സ്കില്ലറ്റ്സ് ആണ് മേടിച്ചത്, 20 സെൻറ്റിമീറ്ററും 26 സെൻറ്റിമീറ്ററും. ഇതിപ്പം നാട്ടിൽ ആമസോണിലും അവൈലബിൾ ആണ് ലോഡ്ജ് ബ്രാൻഡ്. വേറെയും ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ മെത്തേഡ് ഓഫ് സീസണിങ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും സീസൺ ചെയ്തെടുക്കുന്നത്, പക്ഷേ ഞാൻ എൻ്റെ രീതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒരു മൈൽഡ് ഡിഷ് വാഷ് വെച്ചിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകവും പുറം ഹാൻഡിൽസ് ഒക്കെ വാഷ് ചെയ്യണേ. 2 സ്കില്ലറ്റ്സും വാഷ് ചെയ്തതിന് ശേഷം ഇതൊരു തുണി വെച്ചിട്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തുണി വെച്ചിട്ട് ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറ് സ്റ്റൗ ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ പാൻസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. നന്നായി ഡ്രൈ ആയതിനു ശേഷം ഈ സ്റ്റൗ ഓഫ് ആക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്യണം. ഏത് അൺസാച്ചുറേറ്റഡ് ഓയിലും യൂസ് ചെയ്യാം. കെനോള ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഫ്ലാക്സീഡ് ഓയിൽ ഏതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ്, സോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ മാത്രം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഓയിലാണ്, ഒന്നുമില്ലെങ്കിൽ മാത്രം കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി കേട്ടോ. പിന്നീട് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകവും പുറവും സൈഡ്സും ബോട്ടം ഹാൻഡിൽ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കുറച്ച് കഴിയുമ്പം നല്ല പുക വരുന്നത് കാണാം. പുക വന്നതിന് ശേഷം മാത്രം ഈ സ്റ്റൗ ഓഫ് ചെയ്യാവൂ കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണത്, കഴിയുന്നത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ആ പുക വന്നതിന് ശേഷം മാത്രമേ ഇത് ഓഫ് ചെയ്യാവൂ. ഈ പ്രോസസ്സിനാണ് പോളിമറൈസേഷൻ ആൻഡ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരു 4 to 5 ടൈംസെങ്കിലും റിപ്പീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം 4 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഹാൻഡിലും കാസ്റ്റ് അയൺ ആണ്, പെട്ടെന്ന് തന്നെ ചൂടാവും. നിങ്ങൾക്ക് അവനിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ചൂട് ആയ ഹാൻഡിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോഡ്ജിൻ്റെ തന്നെ കവറും വാങ്ങിയിട്ടുണ്ട്. സിലിക്കോണാണ് മെറ്റീരിയൽ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും മുട്ട എത്തണേ, അതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇനി മുട്ട എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സവാള എടുത്താലും മതി കേട്ടോ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം സവാള അതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ചധികം ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ മുട്ടയും സവാളയും കളയാം കേട്ടോ. ഇത് കഴിക്കാൻ എടുക്കണ്ട, ഇത് കളഞ്ഞോളൂ. ഇനി പോളിമറൈസേഷൻ ആൻഡ് കാർബണൈസേഷൻ, കുറച്ച് സയൻസ് ഒക്കെ പഠിക്കുക അല്ലേ. പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ലേ, അപ്ലൈ ചെയ്ത് ചൂടാക്കുന്ന സമയത്ത് ഇതിലെ മോളിക്യൂൾസ് ചേർന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ഫിലിം പോലെ വരും. അതാണ് ഒരു നോൺ സ്റ്റിക്ക് സർഫസ് ആയി വരുന്നത് ഈ അയൺ പാത്രങ്ങളുടെ മേലെ. അതാണ് പോളിമറൈസേഷൻ. ഇനി ഈ കാർബണൈസേഷൻ, ഇനി അതെന്താണെന്ന് പഠിപ്പിച്ചു തരാം. അത് നമ്മൾ ഈ കറുത്ത തിളങ്ങുന്ന സർഫസ് കിട്ടുന്നില്ലേ, അത് കിട്ടാൻ വേണ്ടിയാണ് ഈ കാർബണൈസേഷൻ സ്റ്റെപ്പ് ചെയ്യുന്നത്. അതാണ് ഈ പാൻ സ്മോക്കിംഗ് പോയിന്റിൽ വരെ ചൂടാക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഓയിലൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കാർബൺ ഡെപ്പോസിറ്റ്സ് നമ്മുടെ പാത്രങ്ങളുടെ, അയൺ പാത്രങ്ങളുടെ സർഫസിൽ ബൈൻഡ് ആവും. പിന്നെ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ആ ബ്ലാക്ക് സർഫസ് ഒന്നും കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലാണ് നല്ലത് കേട്ടോ. ഓയിൽ ഒരുപാട് കൂടിപ്പോയാൽ നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടില്ല, കുറച്ച് സ്റ്റിക്കി സർഫസ് ആയിട്ടേ കിട്ടുള്ളൂ. സോ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ വെച്ച് വൈപ്പ് ഓഫ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓംലെറ്റും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കൂ. അയൺ പാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുമാത്രമല്ല നോൺ സ്റ്റിക്ക് പാത്രം അലുമിനിയം കുക്ക് വെയർസിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. അയൺ പാൻസ് ഹെൽത്തി വൈസ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആരും മടിക്കേണ്ട, അയൺ പാൻസ് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാം.